ഇപ്പോൾ പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും സ്ത്രീകൾ മലയാള സിനിമയിൽ നേരിടുന്ന ചൂഷണങ്ങൾ പുറത്ത് കൊണ്ടുവരാനുമൊക്കെ കാരണക്കാരായ ചില ആളുകളെ ഈ അവസരത്തിൽ തീർച്ചയായും ഓർക്കേണ്ടതുണ്ട്. കേരളം ഇന്ന് സിനിമാ മേഖലയിൽ നടക്കുന്ന അനീതി ചർച്ച ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് സഖാവ് കാനം രാജേന്ദ്രൻ. സിനിമാ മേഖലയിലെ ഇത്തരം ചൂഷണങ്ങൾക്കെതിരെ, ചെറ്റത്തരങ്ങൾക്കെതിരെ പരസ്യമായി വിമർശനം ഉന്നയിച്ച ഏക രാഷ്ട്രീയ നേതാവാണ് കാനം രാജേന്ദ്രൻ. ഒരു കാലത്ത് സിനിമാ മേഖലയിലെ അനീതിക്കെതിരെ പോരാടിയ സംവിധായകൻ വിനയന് അന്ന് ആരും പിന്തുണ നൽകിയില്ല, ഒരാളൊഴികെ. അന്നത്തെ AITUC സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനായിരുന്നു വിനയന്റെ ഒപ്പം ഉറച്ച് നിലകൊണ്ടത്. വിനയന്റെ ഒപ്പം അവസാന വിജയം വരെ അദ്ദേഹം അതേപോലെ ഉറച്ചു നിൽക്കുകയും ചെയ്തു. മലയാള സിനിമയിലെ തെറ്റായ പ്രവണതയ്ക്കെതിരെ ചൂഷണം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങുന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ച് സഖാവ് കാനം രാജേന്ദ്രൻ AITUCയുടെ നേതൃത്വത്തിൽ മാക്ട എന്ന സംഘടന ഉണ്ടാക്കി. സംവിധായകൻ വിനയൻ ആ സംഘടനയുടെ ആദ്യ ജനറൽ സെക്രട്ടറിയായി. പിന്നീട് മലയാള സിനിമയിലെ തമ്പുരാക്കന്മാർ മാക്ടയെ തകർത്തുകൊണ്ട് അവരുടെ ഇഷ്ടങ്ങൾക്കൊപ്പിച്ച് തുള്ളുന്ന പാവ സംഘടനകൾ ഉണ്ടാക്കി. യാതൊരു കാര്യപ്രാപ്തിയും ഇല്ലാത്തവരെയൊക്കെ അതിൻ്റെ തലപ്പത്തും കയറ്റിയിരുത്തി. ഇടവേളകൾ ഇല്ലാതെ നിരന്തരം അവരെയൊക്കെ സെക്രട്ടറിമാരായി വാഴിക്കുകയും ചെയ്തു. 4 സിനിമയിൽ തികച്ച് അരമണിക്കൂർ പോലും അഭിനയിക്കാത്തവരൊക്കെ മലയാള സിനിമയിലെ രാജാവായി മാറി. അതിൻ്റെയൊക്കെ ഫലമാണ് മലയാള സിനിമയിൽ സംഭവിച്ച ഈ അപജയങ്ങൾ. റിപ്പോർട്ട് പുറത്തുവരും എന്ന് പേടിച്ചിട്ട് തന്നെയാവും പലരും സ്ഥാനമാനങ്ങൾ ഉപേക്ഷിച്ച് സ്ഥലം വിട്ടതും. മലയാള സിനിമയിലെ ചതിക്കുഴികൾ ഇപ്പോൾ ചർച്ചയാകുമ്പോൾ മഹാനടൻ തിലകന്റെ ആത്മാവിനൊപ്പം സഖാവ് കാനത്തിന്റെ ആത്മാവും സന്തോഷിക്കുന്നുണ്ടാകും. സിനിമാ നടിമാർ നേരിടുന്ന ചൂഷണത്തിനും പീഡനത്തിനും എതിരെ പൊരുതിയ ഒരാളാണ് മാധ്യമപ്രവർത്തകനായിരുന്ന MV നികേഷ് കുമാറും. അദ്ദേഹം നയിച്ചിരുന്ന റിപ്പോർട്ടർ TVയും അതിനൊപ്പം നിന്നിരുന്നു. പ്രത്യേകം ഓർക്കണം, അദ്ദേഹത്തിന്റെ പഴയ റിപ്പോർട്ടർ ചാനൽ എന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നികേഷിന്റെയും റിപ്പോർട്ടറുടെയും ഇടപെടലുകൾ ആരും മറക്കില്ല. കടുത്ത സാമ്പത്തിക പരാധീനതകളിൽ വലയുമ്പോഴും പ്രമുഖരുടെ ഭീഷണികൾക്കിടയിലും പതറാതെ സത്യങ്ങൾ അന്വേഷിച്ച് അത് നിരന്തരം വാർത്തകളാക്കിയിരുന്ന നികേഷ് കുമാറിന്റെ മാധ്യമപ്രവർത്തനം ചരിത്രം രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന ഈ അവസരത്തിൽ ക്രെഡിറ്റ് പോകുന്നത് WCCക്കും കേരള സർക്കാരിനുമാണെങ്കിലും തുല്യമായ ഒരു സ്ഥാനം ഈ 2 വ്യക്തികളും അർഹിക്കുന്നുണ്ട്. അന്ന് കൊച്ചി അടക്കി വാണിരുന്ന രാജാവിനെ ഭയപ്പെടാതെ ധീരമായി വാർത്തകൾ നൽകിയ പഴയ റിപ്പോർട്ടർ ചാനലിനും അഭിനന്ദനങ്ങൾ.